ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഫ്രാൻസ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു രാജ്യം, പല വിശുദ്ധരെ കൊണ്ടും വിശുദ്ധമായ പല സംഭവങ്ങൾ കൊണ്ടും നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു രാജ്യം. ഈ രാജ്യത്തിലെ രണ്ട് വൈദിക വിശുദ്ധരെ നമുക്കറിയാം. രണ്ടുപേരും വൈദികരായിരുന്നു. പ്ലസ് ഇവർ രണ്ടുപേരും തങ്ങളുടെ ഇടവക ജനത്തിന് വേണ്ടി അല്ലെങ്കിൽ തങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ജനങ്ങൾക്ക് വേണ്ടി അതിയായിട്ട് പ്രാർത്ഥിച്ചിരുന്ന മനുഷ്യരാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഏൽപ്പിക്കപ്പെട്ടത് അസന്മാർഗികളായിട്ടുള്ള ഒരു സമൂഹത്തെയുമായിരുന്നു. ഇവരുടെ പ്രാർത്ഥന കൊണ്ടും പ്രസംഗം കൊണ്ടും പ്രവർത്തനം കൊണ്ടും അസന്മാർഗികമായിട്ടുള്ള ആ ഒരു സമൂഹത്തെ നല്ല കത്തോലിക്ക സമൂഹമായിട്ട് ഇവർ രണ്ടുപേരും മാറ്റിയെടുത്തു എന്നുള്ളതാണ്. ഒരാളെ നമുക്കെല്ലാവർക്കും അറിയാം, ആർസിലെ വിശുദ്ധ വിയാനി എന്ന് പറയുന്ന വിയാനി പുണ്യാളൻ. എന്നാൽ രണ്ടാമത്തെ ഒരാളെ നമുക്കെല്ലാവർക്കും അത്രയ്ക്ക് അങ്ങോട്ട് പരിചയം പോരാ. ഈ വിയാനി പുണ്യാളനെ പോലെ തന്നെ വിശുദ്ധി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റിയെടുത്ത് ദിവ്യകാരുണ്യ ഭക്തിയിലേക്ക് ആ സമൂഹത്തെ നയിച്ച വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാഡ്. ഫ്രാൻസിലെ ലമീർ എന്ന പട്ടണത്തിൽ 1811 ഫെബ്രുവരി 4 തീയതിയാണ് പീറ്റർ ജനിച്ചത്. പീറ്ററിൻ്റെ പിതാവിൻ്റെ പേര് ജൂലിയൻ എയ്മാഡ് എന്നും മാതാവിൻ്റെ പേര് മേരി പെലോർസി എന്നുമായിരുന്നു. ജൂലിയൻ എയ്മാഡിൻ്റെ രണ്ടാമത്തെ വിവാഹത്തിലുണ്ടായ 4 മക്കളിൽ 4ാമത്തവനാണ് പീറ്റർ ജൂലിയൻ എയ്മാഡ്. പീറ്ററിന് മുമ്പുണ്ടായിരുന്ന 3 മക്കളും പ്രസവത്താൽ തന്നെ മരിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ പീറ്റർ ജൂലിയൻ എയ്മാഡ് ജനിച്ചതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ പീറ്ററിന് മാമോദീസ നൽകാനായിട്ട് മാതാപിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ആദ്യത്തെ ഭാര്യയിലുണ്ടായിരുന്ന 2 മക്കളാണ് ഈ പീറ്ററിൻ്റെ ജ്ഞാനസ്നാന മാതാപിതാക്കളായിട്ട് ഈ മാതാപിതാക്കൾ തിരഞ്ഞെടുക്കുന്നത്. പീറ്റർ ചെറുപ്പകാലം മറ്റേത് വിശുദ്ധരുടെ ജീവിതത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത് പോലെ തന്നെ വളരെ ഭക്തിയിൽ വളർന്നു വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 5 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടാവുകയാണ്. പീറ്ററിനെ കാണാനില്ല. പീറ്റർ വീടിന് തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് ഓടിയിട്ട് അവിടെ എവിടെയോ പീറ്റർ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ചേച്ചിമാർ ചെന്ന് അന്വേഷണം തുടങ്ങിയപ്പോൾ ഏറ്റവും ഒടുവിൽ പീറ്ററിനെ കണ്ടെത്തുന്നത് അൾത്താരയുടെ പുറകിലുള്ള കോണിപ്പടിയിലാണ്. അൾത്താരയുടെ പുറകിലുള്ള കോണിപ്പടിയിൽ പീറ്റർ ഇങ്ങനെ ചുമരിനോട് ചെവി ചായച്ചിരിക്കുകയാണ്. ഈ ചേച്ചിമാർ ചെന്നിട്ട് പീറ്ററിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ പീറ്റർ കൃത്യമായിട്ട് പറയുകയാണ്, ഇത് കൃത്യം ഈ സക്രാരയുടെ തൊട്ടു പുറകിലുള്ള ചുമരാണ്, ഇവിടെ നിന്നാൽ കൃത്യം ഈശോ പറയുന്നത് കേൾക്കാം എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ചെറുപ്പം മുതൽ ഈ ദിവ്യകാരുണ്യത്തോടും ദേവാലയത്തോടും ഒരു പ്രത്യേക ഭക്തി പീറ്റർ ജൂലിയൻ എയ്മാഡിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദേവാലയത്തിൽ എത്തുമ്പോഴൊക്കെ അൾത്താരയിലേക്ക് വളരെ സന്തോഷത്തോടെ നോക്കിയിരുന്ന പീറ്റർ ജൂലിയൻ അവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിട്ട് കണക്കാക്കിയിരുന്നത് ആ ഗോൾഡൻ നിറത്തിലുള്ള സുവർണ നിറത്തിലുള്ള ആ അരുളിക്കയും അതിനുള്ളിലുള്ള വെളുത്ത നിറത്തിലുള്ള ഈശോയുടെ തിരുവോസ്തിയുമാണ്. പീറ്ററിൻ്റെ കുട്ടിക്കാലം മുതൽ മരണം വരെയുള്ള ജീവിതം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും എല്ലാ കാലവും പീറ്ററിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വസ്തുക്കളായിട്ട് അവൻ കരുതിയിരുന്നതും ഇതേ കാര്യം തന്നെയാണ്. വിശുദ്ധ കുർബാനയോട് ഒരു പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാഡിന്. പീറ്ററിന് 12 വയസ്സുള്ളപ്പോഴാണ് പീറ്ററിൻ്റെ ആദ്യ കുർബാന സ്വീകരണം നടക്കുന്നത്. ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുക്കമായിട്ടുള്ള ആ നോമ്പ് കാലഘട്ടത്തിൽ അവൻ ഒരുപാട് ദിവസം ഉപവാസം എടുത്ത് ഒരുങ്ങുന്നുണ്ട്. തനിക്ക് കിട്ടിയ ഭക്ഷണമെല്ലാം സാധുക്കൾക്ക് കൊടുത്ത് ആദ്യ കുർബാന സ്വീകരണത്തിനായിട്ട് ഭയങ്കരമായിട്ട് അവൻ പരിഹാരം ചെയ്ത് ഒരുങ്ങുന്നുണ്ട്. ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, ആദ്യമായിട്ട് ദിവ്യകാരുണ്യ ഈശോയെ തൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ അവൻ അത്രമാത്രം യോഗ്യതയോടെ സ്വീകരിക്കണമെന്ന് അവന് തന്നെ നിർബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. 12ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരണം നടത്തിയ പീറ്റർ ജൂലിയൻ എയ്മാഡ് പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു ഭക്തിയിൽ വളരുന്നുണ്ട്. എപ്പോഴും പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനകളും ജപമാലകളും വഴി പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ടുള്ളൊരു അടുപ്പം കാത്തു സൂക്ഷിക്കാനായിട്ട് പീറ്റർ ജൂലിയൻ എയ്മാഡ് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പീറ്റർ ജൂലിയൻ എയ്മാഡിന് ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പുരോഹിതനാകണമെന്നുള്ളത്. പക്ഷേ തൻ്റെ അപ്പൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാനായിരുന്നു ആ മകൻ തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ വെച്ച് ഈ പിതാവിനോട് ഇദ്ദേഹം ഈ ആഗ്രഹം തുറന്നു പറയുകയാണ്, എനിക്ക് സെമിനാരിൽ ചേർന്നാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം അപ്പം പറയുന്നുണ്ട്, നീ സെമിനാരിലൊന്നും പോകണ്ട, തൽക്കാലം ഈ ജോലികളിൽ എന്നെ സഹായിച്ച് ഇവിടെ നിന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പൻ അതുപോലെ പറഞ്ഞതുകൊണ്ട് സെമിനാരിൽ ഉടനടി ചേരാനായിട്ട് അവൻ തീരുമാനിക്കുന്നില്ല. മറിച്ച് അവൻ എന്ത് ചെയ്തു, ഒരു ലത്തീൻ വ്യാകരണ പഠന സഹായി വാങ്ങിച്ചിട്ട് അത്തരത്തിലുള്ളൊരു പുസ്തകം വാങ്ങിച്ചിട്ട് അവനത് പഠിക്കാനായിട്ട് തുടങ്ങി. സെമിനാരിൽ ചെന്നാൽ എന്തായാലും
ഈ ലത്തീൻ പഠിക്കണം, ലത്തീൻ വ്യാകരണം പഠിക്കണം, അത് വീട്ടിൽ വെച്ച് തന്നെ തുടങ്ങാമെന്ന് ഇവൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ പകൽ മുഴുവൻ സ്കൂളിൽ പോകും, രാത്രിയിൽ വന്ന് അപ്പനെ സഹായിക്കും, ബാക്കിയുള്ള സമയം ഇവനിരുന്ന് ലത്തീൻ പഠിക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഗ്രനോബിൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വൈദികനൊരു സഹായിയായിട്ട് ഒരുവനെ ആവശ്യമുണ്ട് എന്നുള്ളൊരു വാർത്ത വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫർ ഇതായിരുന്നു, എന്നെ ഒരു ജോലിയിൽ സഹായിക്കുന്ന ആൾക്ക് ശമ്പളമൊന്നുമില്ല, മറിച്ച് ഫ്രീ ആയിട്ട് ലത്തീൻ പഠിപ്പിച്ചു തരാം, ലത്തീൻ വ്യാകരണമൊക്കെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരാം. ഈ പീറ്റർ ജൂലിയൻ ഇത് കണ്ടപ്പോൾ ഈ വാർത്തയിൽ ആകൃഷ്ടനായിട്ട് ഈ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി പോവുകയാണ്. അപ്പൻ്റെ അനുമതിയോടുകൂടി തന്നെ ഈ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി പോകുന്നു. അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത്, അതായത് ഒരു പ്രാന്താശുപത്രിയിൽ സഹായിക്കാനായിട്ടാണ് ഇവരെ വിളിച്ചിരിക്കുന്നത്. എന്നാലും ലത്തീൻ പഠിക്കാമല്ലോ, ആ പഠനം പിന്നീട് സെമിനാരി പഠനത്തിന് ഉപകരിക്കുമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ഈ പ്രാന്താശുപത്രിയിൽ ജോലി ചെയ്യാനായിട്ട് പീറ്റർ ജൂലിയൻ എയ്മാഡ് സമ്മതിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കഠിനാധ്വാനത്തിന് ശേഷം കുറച്ചൊക്കെ ലത്തീൻ വ്യാകരണം ഇദ്ദേഹം പഠിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ 1828 ഓഗസ്റ്റ് മാസം ഒരു ദിവസം രാവിലെ ഈ അച്ഛൻ വന്നിട്ട് പീറ്ററിനോട് പറയുകയാണ്, കുഞ്ഞെ നിൻ്റെ അമ്മ മരിച്ചുപോയി, ഇപ്പം തന്നെയാണ് അറിയിപ്പ് വന്നത്, നിൻ്റെ അമ്മ മരിച്ചുപോയി, ഉടനെ ചെന്നാൽ അമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ നിനക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഇവൻ അതീവ ദുഃഖത്തോടെ ഇവൻ കരയുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ ഇവൻ ഓടി തൊട്ടപ്പുറത്തെ ദേവാലയത്തിൽ ചെന്നിട്ട് ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിന്നിട്ട് ഇവൻ പറയുകയാണ്, പരിശുദ്ധ അമ്മേ, എൻ്റെ അമ്മ മരിച്ചുപോയി, ഇന്നു മുതൽ നീയാണ് എൻ്റെ അമ്മ. പക്ഷേ ഒറ്റ കാര്യം മാത്രം ഞാൻ നിന്നോട് ചോദിക്കുന്നു, എന്നൊരു വൈദികനാക്കണം. ഒറ്റ കാര്യം മാത്രമേ നിന്നോട് ഞാൻ ചോദിക്കുന്നുള്ളൂ, എന്നൊരു വൈദികനാക്കണമെന്ന് പറഞ്ഞിട്ട് ഇവൻ എഴുന്നേറ്റ് കണ്ണീര് തുടച്ചിട്ട് സ്വന്തം അമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് ഓടുകയാണ്, വീട്ടിലേക്ക് ഓടുകയാണ്. പക്ഷേ നിർഭാഗ്യം ഈ പീറ്റർ ജൂലിയൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. കാരണം അവിടെ ചെല്ലുമ്പോഴേക്കും ആ ഫ്യൂണറലിൻ്റെ കാര്യങ്ങളെല്ലാം കഴിയുകയാണ്, ശവസംസ്കാര ശുശ്രൂഷ കഴിയുകയാണ്. അങ്ങനെ അവസാനമായിട്ട് സ്വന്തം അമ്മയുടെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാനാകാതെ 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് കരയുകയാണ്. ഏറ്റവും ഒടുവിൽ ഇവൻ്റെ അപ്പൻ വന്ന് ഇവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, നീ വിഷമിക്കണ്ട, പക്ഷെ നീ ഒരു കാര്യം ചെയ്യുക, നീ കുറച്ച് നാൾ അപ്പൻ്റെ കൂടെ നിൽക്ക്, നീ ഇനി തിരിച്ചങ്ങോട്ട് പോകണ്ട, അച്ഛൻ്റെ അടുത്തേക്ക് പോകണ്ട, നീ കുറച്ച് നാൾ അപ്പൻ്റെ ഒപ്പം നിൽക്കാനായിട്ട് ഈ പിതാവ് ഇവനെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ അപ്പൻ്റെ ആഗ്രഹത്തിന് വഴങ്ങിയിട്ട് ഏകദേശം ഒരു 10 മാസത്തോളം, അതായത് ഓഗസ്റ്റിൽ അമ്മ മരിക്കുന്നു, പിന്നത്തെ വർഷം മെയ് മാസം വരെ ഇവൻ കുടുംബത്തിൽ തന്നെ ജീവിക്കുകയാണ്, ഇവൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുകയാണ്. പിന്നത്തെ വർഷം മെയ് മാസത്തിൽ അവരുടെ ഇടവക പള്ളിയിൽ ഒബ്ലൈറ്റ്സ് സന്യാസികൾ, അതായത് മാതാവിനോടുള്ള പ്രത്യേക ഭക്തിയുള്ള ഒരു സഭയാണത്, ഒരു കോൺഗ്രിഗേഷനാണ്. ഒബ്ലൈറ്റ്സ് സന്യാസികൾ വന്നിട്ട് ഇവരുടെ ഇടവക പള്ളിയിൽ ഒരു വാർഷികധ്യാനം നടത്തുകയാണ്. ഒബ്ലൈറ്റ്സ് സന്യാസികളിൽ പെട്ട ഒരു അച്ഛനെ പീറ്റർ ജൂലിയൻ എയ്മാഡ് പരിചയപ്പെടുന്നു. ആ അച്ഛനോട് ഇദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ പറയുകയാണ്. ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ എല്ലാ കഥകളും പറയുമ്പോൾ ഈ അച്ഛൻ പറയും, മോനെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിൻ്റെ അപ്പനോട് സംസാരിക്കാം, അല്ലെ ഞാൻ നിൻ്റെ പിതാവിനോട് സംസാരിച്ച് നമുക്ക് കാര്യങ്ങൾ ശരിയാക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഒബ്ലൈറ്റ്സ് സമൂഹത്തിൽപ്പെട്ട അവരുടെ ഒരു അച്ഛൻ വന്നിട്ട് പീറ്റർ ജൂലിയൻ എയ്മാഡിൻ്റെ വീട്ടിൽ വന്നിട്ട് ജൂലിയൻ എയ്മാഡിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ആദ്യം കുറേയൊക്കെ എതിർക്കുന്നുണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ ആ അപ്പൻ സമ്മതം മൂളുകയാണ്, മകനെ സെമിനാരിൽ കൊണ്ടുപോകുക, കുഴപ്പമില്ല, അവൻ വൈദികനാകാനായിട്ടാണ് അവന് താല്പര്യമെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ടുപോയിക്കോ, അവൻ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന ചൊല്ലിക്കോട്ടെ, വൈദികനായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് സമ്മതം കൊടുക്കുകയാണ് ജൂലിയൻ എയ്മാഡ്. 18ാമത്തെ വയസ്സിൽ ഒബ്ലൈറ്റ്സിൻ്റെ സെമിനാരിൽ ചേർന്ന പീറ്റർ ജൂലിയൻ എയ്മാഡിന് അതേ വർഷം തന്നെ സഭാവസ്ത്രം സ്വീകരിക്കാനുള്ള ഒരു കൃപ ലഭിക്കുകയാണ്, ഒരു അവസരം ലഭിക്കുകയാണ്. അങ്ങനെ 18ാമത്തെ വയസ്സിൽ സഭാവസ്ത്രം സ്വീകരിച്ച പീറ്റർ ജൂലിയൻ എയ്മാഡ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, പരിശുദ്ധ അമ്മേ, എനിക്ക് വൈദികനായിട്ട് ഒരു കുർബാനയെങ്കിലും അർപ്പിക്കാനായിട്ട് എനിക്കൊരു അവസരം നൽകണം. അതായത് മരിക്കുന്നതിന് മുമ്പ് വൈദികനായതിനു ശേഷം ഒരു കുർബാനയെങ്കിലും എനിക്ക് ചൊല്ലാനായിട്ടുള്ള ഒരു അവസരം നൽകണമെന്ന് പറയുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ടൊരു കാരണം ഉണ്ടായിരുന്നു. കാരണം ഈ സഭാവസ്ത്ര സ്വീകരണത്തിന് ശേഷം കഠിനമായിട്ടുള്ളൊരു തലവേദന അവനെ പിടികൂടുകയാണ്. വലിയ ഒരു രോഗമായിട്ടത് മാറുന്നു. ഈ കോൺഗ്രിഗേഷൻ പതിയെ ഇവനെ വീട്ടിലേക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് വിടുകയാണ്. ഒരു 2 വർഷം ബ്രേക്കൊക്കെ എടുത്ത് പതിയെ വിശ്രമ ജീവിതമൊക്കെ നയിച്ചിട്ട് തിരിച്ചു വരാനായിട്ട് പറഞ്ഞ് ഈ പീറ്റർ ജൂലിയൻ എയ്മാഡിനെ വീട്ടിലേക്ക് അയക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തി സഹോദരിമാർ പീറ്ററിനെ ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ പീറ്റർ ജൂലിയൻ എയ്മാഡിൻ്റെ വലിയ പ്രാർത്ഥന ഇതായിരുന്നു, പരിശുദ്ധ അമ്മേ, വൈദികനായിട്ട് ഒരു കുർബാനയിലും ചൊല്ലണം, എനിക്ക് മരിക്കുന്നതിന് മുമ്പ്
അതാണ് ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പീറ്റർ ജൂലിയൻ നെയ്മാട് കൂടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് പറയുകയാണ്. അങ്ങനെ അന്ത്യകൂദാശകൾ നൽകി. പക്ഷേ തുടർച്ചയായ പ്രാർത്ഥനയുടെ ഫലമെന്നോണം ഈ പീറ്റർ ജൂലിയൻ നെയ്മാട് പതിയെ സൗഖ്യം പ്രാപിച്ചു വരികയാണ്. അങ്ങനെ പൂർണ്ണ ആരോഗ്യവാനായി. എന്നാലും സെമിനാരിയിലേക്ക് അപ്പോൾ തിരിച്ചു പോകുന്നില്ല. 2 വർഷത്തെ ബ്രേക്കാണ്. ആ ബ്രേക്കിൻ്റെ സമയത്തൊക്കെ പൂർണ്ണമായ പ്രാർത്ഥനയിലും വിശ്രമത്തിനുമായിട്ട് പീറ്റർ ജൂലിയൻ നെയ്മാട് സമയം കണ്ടെത്തുകയാണ്. പതിയെ ആ വീട്ടിലേക്ക് സന്തോഷം തിരികെ എത്തുന്നുണ്ട്. പക്ഷെ അതിനധികം ആയുസ്സുണ്ടായിരുന്നില്ല. 2 വർഷത്തിന് ശേഷം തൻ്റെ 20ാമത്തെ വയസ്സിൽ പിതാവ് മരിക്കുകയാണ്. ജൂലിയൻ നെയ്മാട് എന്ന് പറയുന്ന തൻ്റെ പിതാവ് മരിക്കുകയാണ്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പീറ്റർ ജൂലിയൻ നെയ്മാടിന് വൈദികനാകാനായിട്ടുള്ള പൂർണ്ണ സമ്മതം നൽകിക്കൊണ്ടാണ് ഈ പിതാവ് മരിക്കുന്നത്. 20ാമത്തെ വയസ്സിൽ അങ്ങനെ പീറ്റർ ജൂലിയൻ നെയ്മാടിൻ്റെ പിതാവ് ഈ ലോകം വിട്ടു പോവുകയാണ്. സെമിനാരി പരിശീലനത്തിൻ്റെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പിന്നീട് നല്ല പ്രാർത്ഥനയും പരിചിന്തനവും ഒക്കെ നടത്തിയിട്ട് ഈ പീറ്റർ ജൂലിയൻ നെയ്മാട് തീരുമാനിക്കുകയാണ്, ഒരു സന്യാസ വൈദികനാകാനായിട്ടല്ല ഒരു പക്ഷേ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്, മറിച്ച് ഒരു പക്ഷേ ഇടവക വൈദികനാകാനായിട്ടായിരിക്കും എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന് കരുതിയിട്ട് അവിടെയുള്ള രൂപതാ സെമിനാരിയിൽ ചേരാനായിട്ട് ഇവൻ ആഗ്രഹിക്കുകയാണ്. പീറ്റർ ജൂലിയൻ നെയ്മാട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ രൂപതാധികാരികളോട് സമ്മതം ചോദിച്ച് രൂപതയുടെ മൈനർ സെമിനാരിൽ അദ്ദേഹം ചെന്ന് ചേരുകയാണ്. ഒരു ഇടവക വൈദികനാകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് രൂപതയുടെ മൈനർ സെമിനാരിൽ ചെന്ന് ചേരുന്നു. അവിടെ ചെന്ന് ചേരുമ്പോഴും ബെസ്റ്റ് സ്റ്റുഡൻ്റായിട്ട്, ബെസ്റ്റ് സെമിനാരിയനായിട്ട് അദ്ദേഹം വളർന്നു വരുന്നുണ്ട്. ഫോർമേഷൻ സ്വീകരിക്കുന്നുണ്ട്. തന്നെ ഏൽപ്പിച്ച ജോലികളെല്ലാം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ച് പ്രാർത്ഥനയിലും പക്വതയിലുമൊക്കെ മറ്റുള്ളവർക്ക് മാതൃകയെന്നോണം വളർന്നു വന്ന പീറ്റർ ജൂലിയൻ നെയ്മാടിന് 1832 ജൂലൈ 12-ാം തീയതി ബിഷപ്പ് ദെബ്രുയാൻ എന്ന് പറയുന്ന അവരുടെ മെത്രാൻ ഈ പീറ്റർ ജൂലിയൻ നെയ്മാടിന് തിരുപ്പട്ടം നൽകുകയാണ്. അങ്ങനെ നല്ല തികഞ്ഞ ആത്മീയതയിലും പക്വതയിലും വളർന്നു വന്ന ഈ സെമിനാരിക്കാരൻ ഒരു നല്ല വൈദികനായി തീരുകയാണ്. പീറ്റർ ജൂലിയൻ നെയ്മാടിനെ ആദ്യമായിട്ട് വികാരിയായിട്ട് നിയമിക്കുന്നത് മോന്തനോർ എന്ന് പറയുന്ന ഒരു ഇടവകയിലാണ്. മോന്തനോർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വിയാനി പുണ്യാളൻ്റെ കഥയിലെ ആർസ് എന്ന് അതിൻ്റെ ഒരു പര്യായമായിട്ട് വരും മോന്തനോർ എന്ന് പറയുന്ന ഒരു സ്ഥലം. അതായത് ആർസിൽ എങ്ങനെയായിരുന്നോ വിയാനി പുണ്യാളൻ ചെന്നപ്പോൾ കണ്ടിരുന്നത്, അതുപോലെ തന്നെയാണ് പീറ്റർ ജൂലിയൻ നെയ്മാട് മോന്തനോറിൽ വന്നപ്പോഴും കണ്ടത്. അതായത് പള്ളിയുമായിട്ട് വലിയ അടുപ്പവുമൊന്നുമില്ലാത്ത ആളുകൾ, ഈ ആത്മീയ ജീവിതവുമായിട്ട് വളരെയധികം അകൽച്ചയുള്ള ഒരാളുകൾ, പള്ളിയിൽ വരാനോ കുർബാനയിൽ സംബന്ധിക്കാനോ കുമ്പസാരം നടത്താനോ ഒന്നും തീരെ താല്പര്യമില്ലാത്ത ഒരാളുകൾ, ദൈവവചനം കേൾക്കാനായിട്ട് ദൈവവചനം കേൾക്കുന്നതിൽ വളരെയധികം വിമുഖതയുള്ള ആളുകൾ, ഇങ്ങനെയുള്ളൊരു സമൂഹത്തെയാണ് മോന്തനോറിൽ വിശുദ്ധ പീറ്റർ ജൂലിയൻ നെയ്മാടിന് ലഭിച്ചത്. ഏറ്റവും ആദ്യം തന്നെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ മാനസാന്തരപ്പെടുത്താനല്ല പീറ്റർ ശ്രമിച്ചത്, മറിച്ച് നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും എല്ലാം താൻ ആരാണ്, അല്ലെങ്കിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ വില എന്താണ് എന്ന് ആളുകൾ മനസ്സിലാക്കാനായിട്ടായിരുന്നു പീറ്റർ ജൂലിയൻ നെയ്മാട് ശ്രമിച്ചത്. പതിയെ ഈ വികാരിച്ചിൻ്റെ ആത്മീയത കണ്ട്, വികാരിച്ചിൻ്റെ പ്രാർത്ഥന കണ്ട്, വികാരിച്ചിൻ്റെ ശാന്തമായ സ്വഭാവം കണ്ട് പതിയെ ആളുകൾ മോന്തനോർ ഇടവകയിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെ മോന്തനോർ ഇടവകയിൽ പുതിയ ആത്മീയമായിട്ടുള്ളൊരു ഉണർവുണ്ടാവുകയാണ്, ആത്മീയമായിട്ടുള്ളൊരു മാറ്റമുണ്ടാവുകയാണ്. 2 വർഷത്തിനുള്ളിൽ തന്നെ ഈ പീറ്റർ അച്ഛൻ വന്നിട്ട് 2 വർഷത്തിനുള്ളിൽ തന്നെ ഇടവകയിൽ എല്ലാവരും തന്നെ ആണ്ടുകുമ്പസാരം നടത്തുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം മാരിസ്റ്റ് സഭയിൽ പെട്ട ഒരു വൈദികൻ മോന്തനോർ ഇടവകയിലേക്ക് വരുന്നത്. ഈ വൈദികനിൽ നിന്നും മാരിസ്റ്റ് സഭയെ പറ്റി കേട്ട പീറ്റർ ജൂലിയൻ നെയ്മാടിൻ്റെ ജീവിതത്തിൽ പതിയെ ആ പഴയ സന്യാസ ജീവിതത്തിലേക്കുള്ളൊരു താല്പര്യം ഉണരുകയാണ്. അങ്ങനെ ആ വൈദികനെ കുറച്ച് ദിവസത്തേക്ക് ഇടവക ഏൽപ്പിച്ചതിന് ശേഷം മാരിസ്റ്റ് സഭയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പീറ്റർ ജൂലിയൻ നെയ്മാട് പതിയെ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ മാരിസ്റ്റ് സഭയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളരാനും ആ സന്യാസ ജീവിതത്തിലേക്ക് തിരികെ പോകുവാനുമായിട്ട് മെത്രാനോട് ഒരു അവധി ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അനുമതി ചോദിക്കുകയാണ്. അങ്ങനെ മാരിസ്റ്റ് സഭയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നിമിത്തവും സന്യാസ ജീവിതത്തിലേക്കുള്ളൊരു ആഗ്രഹ നിമിത്തവും ഈ ഇടവക വൈദികൻ എന്നുള്ളൊരു നിലയിൽ നിന്നും സന്യാസ വൈദികനിലേക്കുള്ളൊരു യാത്രയിലേക്ക് മെത്രാനിൽ നിന്നും അനുമതി ചോദിക്കുകയാണ് പീറ്റർ ജൂലിയൻ നെയ്മാട്. അതായത് മോന്തനോർ ഇടവകയുടെ വികാരി എന്ന നിലയിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റുന്നതിന് ആ സ്ഥലത്തെ മെത്രാന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല, അവിടുത്തെ ജനങ്ങൾക്കും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മെത്രാൻ ആദ്യം നോ പറയുന്നുണ്ട്.
വീണ്ടും ഒരു സന്യാസ വൈദികനാകാനായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് നോ പറയുന്നുണ്ട്. പിന്നീട് ഒരുപാട് നാളത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം മെത്രാൻ അദ്ദേഹത്തോട് പറയും, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ മോന്തനൂർ ഇടവകയുടെ വികാരി എന്ന സ്ഥാനത്ത് നിന്നും പീറ്റർ ജൂലിയൻ എയ്മാഡിനെ മെത്രാൻ മാറ്റുകയാണ്. ഒരാളോടും പോലും പറയാതെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് സാധാരണ ഒരു യാത്രയെന്നോണം ആ ഇടവകയിൽ നിന്ന് യാത്രയാവുകയാണ് പീറ്റർ ജൂലിയൻ എയ്മാഡ്. ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിന് ശേഷം മാത്രമാണ് ഇടവകാംഗങ്ങൾ പോലും, എന്തിനേറെ പറയുന്നു സഹോദരികൾ പോലും ഇദ്ദേഹത്തിന് സ്ഥലം മാറ്റം ലഭിച്ചു എന്നുള്ളൊരു കാര്യം അറിയുന്നത് തന്നെ. അങ്ങനെ മാരിസ്റ്റ് സഭയിൽ ഇദ്ദേഹത്തിനെ എടുക്കുകയാണ്. അവിടുത്തെ മൈനർ സെമിനാരിയിലെ സ്പിരിച്വൽ ഫാദറായിട്ട് ഇദ്ദേഹം ജോലി ചെയ്യുകയാണ്. 1839 മാരിസ്റ്റ് സഭയിൽ ഇദ്ദേഹം വന്നു ചേരുന്നത്. പീറ്റർ ജൂലിയൻ എയ്മാഡ് വന്നു ചേരുന്നതും ഇദ്ദേഹത്തെ സ്പിരിച്വൽ ഫാദറായിട്ട് നിയമിക്കുന്നതും. 5 വർഷത്തിന് ശേഷം ആ സഭയുടെ മാരിസ്റ്റ് സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിട്ട് ഇദ്ദേഹം ഉയർത്തപ്പെടുകയാണ്. അതുപോലെ തന്നെ മരിയൻ 3-ാം സഭയുടെ ഡയറക്ടറായിട്ടും ഇദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കിട്ടുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ദിവ്യകാരുണ്യ ഭക്തിയിലേക്കാണ് തൻ്റെ വിളി എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത്. ദിവ്യകാരുണ്യ ആരാധനയ്ക്കായിട്ട് എങ്ങനെ ആളുകളെ ഒരുമിച്ച് കൂട്ടാം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു ആലോചനയും ചിന്തയും. ആ കാലഘട്ടത്തിൽ മരിയൻ 3-ാം സഭയിൽ പെട്ട സ്ത്രീകൾക്ക് മാത്രമേ രാത്രി കാലങ്ങളിൽ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. മരിയൻ 3-ാം സഭയിൽ പെട്ട സ്ത്രീകൾക്ക് മാത്രം. ഇതെങ്ങനെ എല്ലാവർക്കും രാത്രി കാലങ്ങളിൽ എല്ലാ സ്ത്രീകൾക്കും ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കാനായിട്ടുള്ളൊരു സ്ഥിതി സംജാതമാക്കാനായിട്ട് സാധിക്കുമെന്നാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം ഈ മരിയൻ 3-ാം സഭയെ ഇതിനോട് വിപുലീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ മരിയൻ 3-ാം സഭയിൽ വന്നു ചേരുന്നു. അങ്ങനെ അവിടെയുള്ള ആളുകളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവരാവശ്യപ്പെട്ടതിനനുസരിച്ച് പതിയെ പതിയെ രാത്രികാലങ്ങളിലും ഈ ദിവ്യകാരുണ്യത്തെ ആരാധിക്കാനുള്ള ഒരു അനുവാദം സാധാരണക്കാർക്ക് വരെ ലഭിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. രാവും പകലും ദിവ്യകാരുണ്യ ഈശോയോടുള്ള പ്രത്യേക വണക്കത്തിലേക്ക് ആളുകളെ നയിക്കാൻ വേണ്ടിയിട്ട് പീറ്റർ ജൂലിയൻ എയ്മാഡ് അന്ന് മുതലൊരു തീരുമാനമെടുക്കുകയാണ്. അതായത് ഇന്നു മുതലുള്ള എൻ്റെ എല്ലാ പ്രസംഗങ്ങളും, ഇന്നു മുതലുള്ള എൻ്റെ എല്ലാ ഉപദേശങ്ങളും ദിവ്യകാരുണ്യ ഭക്തിയെക്കുറിച്ചായിരിക്കും എന്നുള്ളൊരു വലിയൊരു തീരുമാനം പീറ്റർ ജൂലിയൻ എയ്മാഡ് എടുക്കുകയാണ്. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് ഒരുപാട് ആളുകൾ ആകർഷിക്കപ്പെട്ടപ്പോൾ പതിയെ ഒരു ദിവ്യകാരുണ്യ സഭ ആരംഭിച്ചാലോ എന്നുള്ളൊരു ചിന്ത പീറ്റർ ജൂലിയൻ എയ്മാഡിൽ വരികയാണ്. ഏറ്റവും ആദ്യം ഒബ്ലേറ്റ്സ് സെമിനാരിയിൽ ചേർന്ന ഒരു മനുഷ്യൻ, പിന്നീട് രൂപത സെമിനാരിയിൽ ചേർന്ന് ഇടവക വൈദികനായ ഒരു മനുഷ്യൻ, പിന്നീട് ഈ രൂപത വൈദികനിൽ നിന്നും അല്ലെങ്കിൽ ഇടവക വൈദികനിൽ നിന്നും മാരിസ്റ്റ് സന്യാസ വൈദികനിലേക്ക് ഉയർത്തപ്പെട്ട ഒരു മനുഷ്യൻ, അവിടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആയിട്ട് പോലും അവരുടെ ഇടയിൽ അംഗീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഇപ്പോൾ വീണ്ടും ചിന്തിക്കുകയാണ്, പുതിയൊരു കോൺഗ്രിഗേഷൻ തുടങ്ങിയാലോ, ദിവ്യകാരുണ്യ സഭ എന്ന പേരിൽ ഒരു കോൺഗ്രിഗേഷൻ തുടങ്ങിയാലോ എന്നാലോചിക്കുകയാണ്. ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, നാളുകളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയൊരു സ്വപ്നം. അതായത് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് ഒരുപാട് പേര് ആകർഷിക്കപ്പെടണം. ഇപ്പോൾ മരിയൻ 3-ാം സഭയിലൂടെയും ചെറിയ ചെറിയ സംഘങ്ങളിലൂടെയും രാവും പകലുമായിട്ട് ഒരുപാട് പേര് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ആരാധന നടത്തുന്നുണ്ട്. പകൽ സമയങ്ങളിൽ 1800ഓളം പേരും രാത്രി കാലങ്ങളിൽ 400ഓളം പേരും ഏകദേശം ആഴ്ചയിൽ 5 ദിവസത്തോളം ദിവ്യകാരുണ്യ ആരാധന നടത്തുന്ന വളരെ ഭംഗിയായിട്ട് അത് നടത്തി വരുന്ന ഒരു സാഹചര്യത്തിലെത്തിക്കാനായിട്ട് പീറ്റർ ജൂലിയൻ എയ്മാഡിന് കഴിയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നത്, ഒരു ദിവ്യകാരുണ്യ സഭ രൂപീകരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അത് വൈദികർക്ക് വേണ്ടിയിട്ടുള്ളത് ഒരെണ്ണം വേണം, അൽമായർക്ക് വേണ്ടിയുള്ള ഒരു കുഞ്ഞൊരു സംഘടന പോലെ ഒരെണ്ണം വേണം. കാരണം വൈദികരും സന്യസ്തരും അൽമായരും ദിവ്യകാരുണ്യത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം, മുഴുവൻ സമയവും ദിവ്യകാരുണ്യ ആരാധനകൾ നടത്തണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഇദ്ദേഹത്തിന് ഉടലെടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പതിയെ മാരിസ്റ്റ് സഭ വിട്ടുപോകാനായിട്ടുള്ള അനുമതി തേടുകയാണ്. മാരിസ്റ്റ് സഭയിൽ നിന്നും ഒഴിഞ്ഞ് പുതിയൊരു ദിവ്യകാരുണ്യ സഭ രൂപീകരിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിക്കുന്നതിനായിട്ട് അപേക്ഷ വെച്ചപ്പോൾ ആ അപേക്ഷ സഭാധികാരികൾ സ്വീകരിക്കുകയും ഇദ്ദേഹത്തിന് മാരിസ്റ്റ് സഭയിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള അനുവാദം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹം വലിയൊരു സ്വപ്നവുമായിട്ട് പടിയിറങ്ങുകയാണ്. ദിവ്യകാരുണ്യ സഭ എന്നുള്ള പേരിൽ പുതിയൊരു സഭ ആരംഭിക്കണം. അതിനു വേണ്ടിയിട്ട് പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിരുന്ന
പഴയൊരു ചെറിയൊരു കെട്ടിടം വാങ്ങുന്നുണ്ട്. അവിടെയൊക്കെ നന്നാക്കി ഒരു ചെറിയ പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കി അതെല്ലാം ഭംഗിയാക്കിയിട്ട് ഏറ്റവും അടുത്ത ദിവസം അവിടെ ആരാധന ആരംഭിക്കണം. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിട്ടുള്ള ഒരു വൈദികൻ ദേ കോർ എന്ന് പറയുന്ന ഒരു വൈദികനെയും കൂട്ടുപിടിച്ച് അദ്ദേഹം അവിടെ ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിരുന്ന കുഞ്ഞൊരു കെട്ടിടമൊക്കെ അതൊക്കെ വൃത്തിയാക്കിയിട്ട് അവിടെ ദിവ്യകാരുണ്യ ആരാധന ആരംഭിക്കുന്നുണ്ട്. ആരാധനയ്ക്കായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടെങ്കിലും അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമുണ്ട്, സമ്പത്തിനെ പ്രതിയുള്ള ഒരു ദാരിദ്ര്യമുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവവിളികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. അത് ഇദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പക്ഷെ ദൈവവിളിക്ക് വേണ്ടി അവർ ഒരുപാട് പ്രാർത്ഥിച്ചു. ഏറ്റവും ഒടുവിൽ ഈ 2 അച്ഛന്മാർ കൂടിയിട്ട് ഒരു തീരുമാനമെടുത്തു, നമുക്കൊരു കാര്യം ചെയ്യാം, 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ദിവ്യകാരുണ്യ ആരാധന നടത്താം. 10 ദിവസം തുടർച്ചയായിട്ടുള്ള ദിവ്യകാരുണ്യ ആരാധന നടത്താം. ഇവർ 2 പേരും കൂടി 10 ദിവസം തുടർച്ചയായിട്ട് ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് 10 ദിവസം കഴിയുമ്പോൾ 2 പേര് വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ കൂടിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഈ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ പുതിയൊരു കോൺഗ്രിഗേഷനിലേക്ക് ഒരു സമൂഹത്തിലേക്ക് 2 പേര് കൂടി ദൈവം കൂട്ടിച്ചേർക്കുകയാണ്. പതിയെ ഈ സഭ ഇവരുടെ ഈ കൂട്ടം പതിയെ വളർന്നു വരുന്നു. ദിവ്യകാരുണ്യ ആരാധന എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് ഇവർ പതിയെ നടന്നെടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സ്ഥലത്തെ മെത്രാൻ്റെ വേനൽക്കാല വസതിയായിട്ട് ഈ ഒരു ചെറിയ കെട്ടിടം മാറ്റിയെടുത്താലോ എന്നുള്ളൊരു ആലോചന വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആലോചനയുടെ ഫലമായിട്ട് ഇവരോട് പറയുന്നുണ്ട്, 1 മാസത്തിനകം ഈ കെട്ടിടം വിട്ടു പോകണം എന്ന് പറയുന്നുണ്ട്. 1 മാസത്തിനകം ഈ കെട്ടിടത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകണം, വേറെ എവിടേക്കെങ്കിലും പോകാം, ഫ്രാൻസിൽ എവിടേക്ക് വേണമെങ്കിലും പോകാം എന്ന് ഒരു ഓപ്ഷൻ ഇവർക്ക് കൊടുക്കുകയാണ്. പക്ഷേ ആ സമയത്ത് രാജപാത വീതി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കെട്ടിടങ്ങൾ പൊളിച്ചു കളഞ്ഞതുകൊണ്ട് തന്നെ മറ്റൊരു ചെറിയ കെട്ടിടമോ ഇവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചുള്ള ചെറിയ വീടോ ഒന്നും ഇവർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ടായിരുന്നില്ല. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലൂടെ പീറ്റർ ജൂലിയൻ എയ്മാർഡ് കടന്നു പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫാദർ ദേ കോർ എന്ന് പറയുന്ന അച്ഛൻ പീറ്റർ ജൂലിയൻ എയ്മാർഡിനെ ഒറ്റയ്ക്കായിട്ട് വിട്ടുപോവുകയാണ്. ഈ പ്രതിസന്ധികൾ താങ്ങാനാകാതെ ഈ ദേ കോർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്ത് ഇദ്ദേഹത്തെ വിട്ടുപോകുന്നു. പീറ്റർ ജൂലിയൻ എയ്മാർഡ് അപ്പോൾ സക്കരായരുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, നാഥ, ഞങ്ങളുടെ കൂടെ നീയെങ്കിലും ഉണ്ടാകണം, ഞങ്ങളുടെ കൂടെ നീ വസിക്കണം, നീയെങ്കിലും വസിക്കണം. എൻ്റെ ഈ പ്രതിസന്ധികളുടെ ഇടയിൽ നീ മാത്രം ഉണ്ടെങ്കിൽ പോലും അതെനിക്ക് വലിയ ആനന്ദപ്രദമാകുമെന്ന് പറഞ്ഞിട്ട് ഈ പീറ്റർ ജൂലിയൻ എയ്മാർഡ് പ്രാർത്ഥിക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്ത് തിരിച്ചെത്തുകയാണ്. തൻ്റെ ഉറ്റ സ്നേഹിതൻ തിരിച്ചെത്തുമ്പോൾ മുതൽ ഈ ദേ കോറും അതുപോലെ തന്നെ പീറ്റർ ജൂലിയൻ എയ്മാർഡും പുതുതായി വന്ന 2 പേരും ചേർന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുന്നു. അതിൻ്റെ ഫലമായി തന്നെ മെത്രാൻ്റെ വേനൽക്കാല വസതിയാക്കണം എന്നുള്ളൊരു ചിന്തയെല്ലാം ആ ഒരു പ്ലാനൊക്കെ അവർ ഉപേക്ഷിക്കുകയാണ്. പതിയെ ഈ കെട്ടിടം ഇവർക്ക് തന്നെ നിലനിർത്താനായിട്ടുള്ള അനുവാദം ലഭിക്കുകയാണ്. അങ്ങനെ ഇവരിവിടെ നിന്ന് കാര്യമായിട്ട് ദിവ്യകാരുണ്യ ഈശോയെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും പഠനങ്ങളും വഴി ആളുകളെ പ്രബുദ്ധരാക്കാനായിട്ട് തുടങ്ങുന്നു. പക്ഷേ ആ കാലഘട്ടങ്ങളിലൊന്നും വൈദികരോട് അത്ര അനുകൂലമായിട്ടുള്ള ഒരു നിലപാടായിരുന്നില്ല ആ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായിരുന്നത്. അവർ വളരെ പരിഹാസത്തോടു കൂടി നോക്കിയിരുന്ന, വളരെ അവജ്ഞയോടുകൂടി നോക്കിയിരുന്ന ഒരു കൂട്ടമായിരുന്നു ആ നാട്ടിലെ സമൂഹം എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, പതിയെ പീറ്റർ ജൂലിയൻ എയ്മാർഡ് ഈ വേദോപദേശത്തിലേക്ക് കാറ്റഗിസം കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ്. അൽമായരുടെ സഹായത്തോടെ ഏകദേശം ഒരു 30 പേരെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, നാളെ 30 പേര് ഇവിടെ മതപഠനം നടത്താനായിട്ട് വരും, വേദപാഠം പഠിക്കാനായിട്ട് ഇവിടെ വരും. അപ്പോൾ പീറ്റർ ജൂലിയൻ എയ്മാർഡ് ഇങ്ങനെ ഒരുങ്ങി വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ പറയാം, പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തെക്കുറിച്ചൊക്കെ പറയാം എന്ന് കരുതി പഠിച്ചൊരുങ്ങി ഇവരുടെ ക്ലാസ്സിന് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം സമയമായപ്പോൾ ഒരാളെ പോലും കാണാനില്ല. അപ്പോൾ ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഈ 30 പേര് പള്ളിയുടെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. പള്ളിയിലേക്ക് കയറാനായിട്ടുള്ള മടി കാരണം അവർ പുറത്ത് നിൽക്കുകയാണ്. ഇദ്ദേഹം വളരെ സൗമ്യമായിട്ട് അവരോട് സംസാരിക്കും. 30 പേരെയും പിടിച്ച് പള്ളിയുടെ അകത്തേക്ക് കൊണ്ടുവരും. പള്ളിയുടെ അകത്ത് കൊണ്ടുവന്നിട്ട് ഇവരോട് ഈശോയെക്കുറിച്ച് പറയാനായിട്ട് ശ്രമിക്കും, ദൈവത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ പറയാനായിട്ട് ശ്രമിക്കും. ഇവർക്ക് ചില കാര്യങ്ങളൊന്നും മനസ്സിലാകില്ല. ഏറ്റവും ഒടുവിൽ ഇവരോട് പറയും, നിങ്ങളെല്ലാവരും ആദ്യ കുർബാന സ്വീകരണം നടത്തണം എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ചിരിച്ച് ഇറങ്ങി ഓടുകയാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. ഇവരുടെ പിന്നാലെ പീറ്റർ ജൂലിയൻ എയ്മാർഡും തിരികെ ചെന്ന് ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ഏറെ നാളത്തെ പരിശ്രമത്തിന് ശേഷം 12 പേര്, ഒരു വർഷത്തിന് ശേഷം 12 പേര് ആദ്യ കുർബാന സ്വീകരണം നടത്തുകയാണ്.
പിന്നീട് പതിയെ പതിയെ അൽമായർ പീറ്റർ ജൂലിയൻ നെയ്മാർഡിൻ്റെ അടുത്തേക്ക് എത്തുകയും മതപഠനം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈശോയെക്കുറിച്ച് അറിഞ്ഞ് ഓരോ വർഷവും ഏകദേശം 150ഓളം പേര് ആദ്യ കുർബാന സ്വീകരണം നടത്തിയിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥനോടുള്ള സ്നേഹം മൂലം എരിഞ്ഞു തീർന്ന ഒരു ജീവിതമായിരുന്നു വിശുദ്ധ പീറ്റർ ജൂലിയൻ നെയ്മാർഡിൻ്റെ. ദിവ്യകാരുണ്യത്തിൻ്റെ അപ്പസ്തോലൻ എന്ന പേരിലൊക്കെ പീറ്റർ ജൂലിയൻ നെയ്മാർഡ് അറിയപ്പെടുന്നുണ്ട്. ദിവ്യകാരുണ്യ ആരാധന ലോകം മുഴുവൻ ഉണ്ടാകണമെന്നും ദിവ്യകാരുണ്യനാഥനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ലോകത്തിലുണ്ടാകണമെന്നും പീറ്റർ ജൂലിയൻ നെയ്മാർഡ് ആഗ്രഹിച്ചിരുന്നു, വാശി പിടിച്ചിരുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിലും വിശുദ്ധ കുർബാനയോടും ദിവ്യകാരുണ്യ ആരാധനയോടും ഒരു ഭക്തി വളർത്തിയെടുക്കാനായിട്ട് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധൻ്റെ മാതൃക ദിവ്യകാരുണ്യത്തോട് കൂടുതൽ അടുത്തിരിക്കാനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പീറ്റർ ജൂലിയൻ നെയ്മാർഡിൻ്റെ മാധ്യസ്ഥം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.